ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വില്യം ഏണസ്റ്റ് ഹെൻലിയുടെ ഇൻവിക്ടസ് എന്ന് പറഞ്ഞ പോയമാണ്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. വില്യം ഏണസ്റ്റ് ഹെൻലി. വില്യം ഏണസ്റ്റ് ഹെൻലി ഈസ് എ ലേറ്റ് വിക്ടോറിയൻ പോയറ്റ്, ക്രിട്ടിക് ആൻഡ് എഡിറ്റർ. വില്യം ഏണസ്റ്റ് ഹെൻലി ഒരു ലേറ്റ് വിക്ടോറിയൻ പോയറ്റും ക്രിട്ടിക്കും എഡിറ്ററും ആയിരുന്നു. ഹി ലോസ്റ്റ് ഹിസ് ലെഫ്റ്റ് ലെഗ് ബിലോ ദ നീ ഓവിങ് ടു ട്യൂബർക്കുലോസിസ് ഓഫ് ദി ബോൺ. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന രോഗം ബാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗിൽ മുട്ടിന് താഴേക്കുള്ള ഭാഗം മുറിച്ചു മാറ്റേണ്ടി വന്നു. ഹിസ് സ്റ്റേ അറ്റ് ദ ഹോസ്പിറ്റൽ റിസൾട്ടഡ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ പോയം ഇൻ ഹോസ്പിറ്റൽ വിച്ച് റിഫ്ലക്ട്സ് ഹിസ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് തൻ്റെ ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളെല്ലാം ചേർത്ത് വെച്ച് എഴുതിയ ഒരു പോയമാണ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹിസ് ഫൈറ്റ് വിത്ത് ഫെയ്റ്റ് ക്യാൻ ബി സീൻ ഇൻ ഓൾ ഓഫ് ഹിസ് വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ ആ വിധിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിസ് ബെസ്റ്റ് നോൺ വർക്ക്സ് ഇൻക്ലൂഡ് എ ബുക്ക് ഓഫ് വേഴ്സസ്, ലണ്ടൻ വോളണ്ടറീസ് ആൻഡ് ഹോത്തോൺ ആൻഡ് ലാവെൻഡർ. ഈ പറഞ്ഞിരിക്കുന്നവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ. വില്യം ഏണസ്റ്റ് ഹെൻലി ഈസ് ഫസ്റ്റ് അക്നോളജ്ഡ് ഫോർ ഹിസ് 1875 പോയം ഇൻവിക്ടസ്. നമ്മൾ ഈ പഠിക്കാനായിട്ട് പോകുന്ന ഇൻവിക്ടസ് എന്ന് പറയുന്നത് പോയം 1875 വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയമായിരുന്നത്. ആസ് വൺ ഓഫ് ഹിസ് ഹോസ്പിറ്റൽ പോയംസ്, ഇൻവിക്ടസ് വാസ് കമ്പോസ്ഡ് ഡ്യൂറിങ് ഹിസ് ഐസൊലേഷൻ ആസ് എ കോൺസിക്വൻസ് ഓഫ് ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ബാധിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ഐസൊലേറ്റഡ് ആയിട്ട് വെച്ചിരുന്നു, അല്ലെങ്കിൽ ഐസൊലേഷൻ വാർഡിൽ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം എഴുതിയ പോയമാണ് ഇൻവിക്ടസ് എന്ന് പറയുന്നത്. ദിസ് പോയം ഈസ് ഡെഡിക്കേറ്റഡ് ടു ഹാമിൽട്ടൺ ബ്രൂസ്, എ ബ്രിട്ടീഷ് ജനറൽ. ഒരു ബ്രിട്ടീഷ് ജനറലായിരുന്ന ഹാമിൽട്ടൺ ബ്രൂസിനാണ് അദ്ദേഹം ഈ ഒരു പോയം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ 4 ലൈൻസ് വീതമുള്ള 4 സ്റ്റാൻസകളാണുള്ളത്. അതിൽ ഓരോ സ്റ്റാൻസായുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓരോ സ്റ്റാൻസായും തുടങ്ങുന്നത് ഒരു നെഗറ്റീവ് ഇമേജിലും അത് എൻഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഇമേജിലും ആയിരിക്കും. ഒരു നെഗറ്റീവ് ഇഫക്റ്റോടെ തുടങ്ങിയിട്ട് അത് പോസിറ്റീവിൽ കൊണ്ട് നിർത്തും. അതാണ് ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ഔട്ട് ഓഫ് ദ നൈറ്റ് ദാറ്റ് കവേഴ്സ് മീ, ബ്ലാക്ക് ആസ് ദ പിറ്റ് ഫ്രം പോൾ ടു പോൾ, ഐ താങ്ക് വാട്ടെവർ ഗോഡ്സ് മേ ബി ഫോർ മൈ അൺകോൺക്വറബിൾ സോൾ. ഫസ്റ്റ് തന്നെ ഒരു നെഗറ്റീവ് ഇമേജാണ് പോയറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ പൊതുവേ പോയംസിലൊക്കെ ഒരു നെഗറ്റീവ് ഇമേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു ലോൺലിനെസ് ഒക്കെയാണ് അതിലൂടെ കാണിക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് ദ നൈറ്റ് ദാറ്റ് കവേഴ്സ് മീ, അത് രാത്രിയായി. പോയറ്റ് ഒരു ദിവസം ഒരു രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുട്ടെല്ലാം അവിടുത്തെ വന്ന് മൂടി. ബ്ലാക്ക് ആസ് ദ പിറ്റ് ഫ്രം പോൾ ടു പോൾ, അതായത് നമ്മളൊരു കുഴിയിലേക്ക്, ആഴമുള്ള ഒരു കുഴിയിലേക്ക്, പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴിയാണ്, ആഴമുള്ള ഒരു കുഴിയിലേക്ക് നോക്കുമ്പോഴത്തേനും അതിനകം ഒരു ബ്ലാക്ക് കളറിലല്ലേ കാണപ്പെടുന്നത്. അപ്പം ആ ഒരു രാത്രി എന്ന് പറഞ്ഞത് ആ ഒരു കുഴിയിലുള്ള ആ ഒരു ഇരുട്ട് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ഒരുപക്ഷെ ബ്ലാക്ക് ആസ് ദ പിറ്റ് എന്നതുകൊണ്ട് ഒരു നരകത്തെ അല്ലെങ്കിൽ ഒരു ഹെല്ലിനെ ആയിരിക്കും ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഡീപ്പ് ഡിപ്രഷൻ, ഇതൊക്കെയായിരിക്കും ബ്ലാക്ക് ആസ് ദ പിറ്റ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ലൈൻസിൽ അദ്ദേഹം ഒരു ഡാർക്ക്നെസ് വന്ന് കവർ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷെ അത് അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു നരക ജീവിതത്തെക്കുറിച്ചായിരിക്കും പ്രതിപാദിച്ചിരിക്കുന്നത്. ഐ താങ്ക് വാട്ടെവർ ഗോഡ്സ് മേ ബി ഫോർ മൈ അൺകോൺകറബിൾ സോൾസ്. ആദ്യം ഒരു നെഗറ്റീവ് ഇമേജിൽ തൻ്റെ ഒരു നരക ജീവിതത്തിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് തുടങ്ങിയെങ്കിൽ അടുത്ത സെൻറ്റൻസിൽ അദ്ദേഹം മാറ്റി പറയുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അല്ലേ, അദ്ദേഹം ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇപ്പോഴും പോയംസ് എഴുതുന്നുണ്ട്. തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കീഴടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പം അൺകോൺകറബിൾ ആയിട്ടുള്ള ഒരു സോളിനെ തന്നതിന് ദൈവത്തോട് അദ്ദേഹം നന്ദി പറയുകയാണ്. ആദ്യം തൻ്റെ ജീവിതം നരകജീവിതമാണെന്ന് പറയുമ്പം അടുത്ത സെൻറ്റൻസിൽ അദ്ദേഹം പറയുകയാണ്, എങ്കിലും തോറ്റുപോകാനാവാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു മനഃശക്തി എനിക്ക് തന്നതിന് ദൈവത്തിന് അദ്ദേഹം നന്ദി പറയുന്നു. അതിൻ്റെ സമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നൈറ്റ് ടൈം ആൻഡ് ദ ഡാർക്ക്നെസ് കവേഴ്സ് ദ വേൾഡ് ഫ്രം പോൾ ടു പോൾ ഇൻക്ലൂഡിങ് ദ പോയറ്റ്. അതൊരു രാത്രി സമയമായിരുന്നു. എല്ലായിടത്തും ലോകം മുഴുവൻ ആ ഡാർക്ക്നെസ് മൂടുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ആ
പോയിറ്റിനെയും എന്താണ് ഡാർക്ക്നെസ് വന്ന് കവർ ചെയ്യുകയാണ്. ദ സ്പീക്കർ ഈസ് ഇൻ ഫുൾ ഡാർക്ക്നെസ് ലൈക്ക് എ ഹെൽ. അദ്ദേഹം ഒരു ഫുൾ ഡാർക്ക്നെസ്സിലിരിക്കുകയാണ്, ഒരു ഹെല്ല് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. ദ ബ്ലാക്ക് പിറ്റ് സജസ്റ്റ് എ ഡീപ്പ് ഡിപ്രഷൻ, ദ പെയിൻ ആൻഡ് ദ സഫറിങ് ഹി ഹാഡ് എക്സ്പീരിയൻസ്ഡ് ആസ് എ പേഷ്യൻറ്റ് ഓഫ് ട്യൂബർകുലോസിസ്. അപ്പം എന്താണ് ആ ഒരു ബ്ലാക്ക് പിറ്റ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ഡീപ്പ് ഡിപ്രഷനെ ആയിരിക്കും സൂചിപ്പിക്കുക. ഒരു ട്യൂബർകുലോസിസ് ബാധിച്ച ഒരു രോഗി അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു സഫറിങ് ഒക്കെ ആയിരിക്കും ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹിയർ നൈറ്റ് ദ ഡാർക്ക്നെസ് ബിക്കം എ സിംബൽ ഓഫ് ഹോപ്പ്ലെസ്നെസ്. നൈറ്റും ഡാർക്ക്നെസ്സും ഒക്കെ എന്താണ് ഒരു ഹോപ്പ്ലെസ്നെസ്സിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബട്ട് ഇൻ ദ നെക്സ്റ്റ് ലൈൻസ് ഹി ചേഞ്ചസ് ഹിസ് തോട്ട്സ് ഇൻ ടു എ പോസിറ്റീവ് വൺ. പക്ഷെ എന്താണ് തൊട്ടടുത്ത സെൻറ്റൻസിൽ എന്താണ് അദ്ദേഹം ആ നെഗറ്റീവ് തോട്ട്സിനെ എന്താണ് പോസിറ്റീവാക്കി മാറ്റുന്നുണ്ട്. ദ പോയറ്റ് ടെൽസ് ദാറ്റ് ഹിസ് അൺകോൺകറബിൾ സോൾ ഈസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ്. ഹി താങ്ക് ദ ഗോഡ് ഫോർ ഗിവിങ് ഹിം എ സോൾ ദാറ്റ് ക്യാനോട്ട് ബി കോൺകേർഡ്. അല്ലേ, തൻ്റെ ആ ഒരു അൺകോൺകറബിൾ, ആർക്കും തോൽപ്പിക്കാനാവാത്ത ആ ഒരു ആത്മാവെന്ന് പറയുന്നത് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്. അതിന് പോയിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാൻസ അവസാനിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഐ ഹാവ് നോട്ട് വിൻസ്ഡ് നോർ ക്രൈഡ് അലൗഡ്. അണ്ടർ ദ ബ്ലജനിങ്സ് ഓഫ് ചാൻസ് മൈ ഹെഡ് ഈസ് ബ്ലഡി ബട്ട് അൺബൗഡ്. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റാൻസ്, മോശമായിട്ടുള്ള പല സാഹചര്യങ്ങളും അദ്ദേഹത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് നോട്ട് വിൻസ്ഡ് നോർ ക്രൈഡ് അലൗഡ്. ആ മോശം സാഹചര്യങ്ങളിലൊന്നും ഞാൻ എന്താണ് വേദന കൊണ്ട് പൊളയുകയോ ഉറക്കെ കരയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അണ്ടർ ദ ബ്ലജനിങ്സ് ഓഫ് ചാൻസ് മൈ ഹെഡ് ഈസ് ബ്ലഡി ബട്ട് അൺബൗഡ്. ബ്ലജനിങ്സ് ഓഫ് ചാൻസ്, അതായത് ജീവിതത്തിലെ ഓരോ ചാൻസുകളും, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അദ്ദേഹത്തിന് ഓരോ തിരിച്ചടികളായിരുന്നു. ആ ഓരോ അടികളിലും എന്താണ് അദ്ദേഹത്തിൻ്റെ തല മുറിഞ്ഞ് ചോര ഒഴുകിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഒരിക്കൽ പോലും ആരുടെ മുമ്പിലും ഇദ്ദേഹം എന്താണ് തല കുനിച്ച് നിന്നിട്ടില്ല. തൻ്റെ മുമ്പിലുണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളും, മോശം സാഹചര്യങ്ങളിലൊന്നും അദ്ദേഹം തല കുനിച്ച് നിന്നിട്ടില്ല. ഇനി സമ്മറി നോക്കാം. The poet states that despite being tightly held in awful situation, he did not show signs of weakness. പല മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എന്താണ് അദ്ദേഹം തളർന്നു പോയിട്ടില്ല. The cruel hold of circumstances cannot make him wince or cry. അല്ലേ, ആ ക്രൂരമായിട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ വന്നപ്പോഴും അദ്ദേഹം ഒരിക്കൽ പോലും കരഞ്ഞിട്ടുമില്ല, വേദനിച്ചിട്ടുമില്ല. ദ പോയറ്റ് നെവർ ക്രൈഡ് അബൌട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് അദ്ദേഹം ഒരിക്കലും കരഞ്ഞിട്ടില്ല. ചാൻസ് ഈസ് ബീറ്റിംഗ് ഹിം വിത്ത് എ ബ്ലജൻ ആൻഡ് ഹിസ് ഹേർഡ് ഈസ് ബ്ലീഡിങ്. അല്ലെ, ചാൻസ് എന്താ തൻ്റെ കയ്യിലുള്ള കുറുവടി വെച്ച് അദ്ദേഹത്തിൻ്റെ തലയ്ക്കിട്ട് അടിക്കുന്നുണ്ട്, തല പൊട്ടി ചോര ഒഴുകുന്നുണ്ട്. ബട്ട് ഹി ഹാസ് നെവർ ബോർ ഹിസ് ഹെഡ് ഇൻ ഡിഫീറ്റ്. ഇൻസ്റ്റെഡ് ഹി ഹാസ് കെപ്റ്റ് ഇറ്റ് ഹെൽഡ് ഹൈ. ഒരിക്കൽ പോലും എന്താണ് തോൽവി സംബന്ധിച്ച് ആരുടെയും മുമ്പിൽ തല കുനിച്ചിട്ടില്ല. എപ്പോഴും എന്താണ് തല ഉയർത്തി തന്നെയാണ് പോയിട്ട് നിന്നിരുന്നത്. ഇവിടെ എന്താണ് ആരും അദ്ദേഹത്തിൻ്റെ തലയിൽ അടിക്കുകയോ ചോര ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് അദ്ദേഹം താൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടിനെ എന്താണ് ഒരു ഇമേജറി ഉപയോഗിച്ച് അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി തേർഡ് സ്റ്റാൻസ നോക്കാം. ബിയോണ്ട് ദിസ് പ്ലേസ് ഓഫ് wrath and tears looms but the horror of the shade, and yet the menace of the years finds and shall find me unafraid. ബിയോണ്ട് ദിസ് പ്ലേസ് ഓഫ് wrath and tears. ഈ ഒരു സ്റ്റാൻസയിൽ പോയിട്ട് ആഫ്റ്റർ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ബിയോണ്ട് ദിസ് പ്ലേസ് ഓഫ് wrath and tears, അതായത് ഭൂമിയെയാണ് പറയുന്നത്. ഭൂമിയിലാണ് കണ്ണുനീരും ക്രൂരതകളും വേദനകളും എല്ലാം ഉള്ളത്, അല്ലേ. ബിയോണ്ട് എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മറ്റൊരു ലോകമാണ്. ആഫ്റ്റർ ലൈഫിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൂംസ് ബട്ട് ദ ഹൊറർ ഓഫ് ദ ഷെയ്ഡ്. ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? മരണത്തിലൂടെ മാത്രമേ ആ ഒരു ലോകത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പം ഹൊറർ ഓഫ് ദ ഷെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെ തന്നെയാണ്. ആൻഡ് യെറ്റ് ദ മെനേസ് ഓഫ് ദ ഇയേഴ്സ് ഫൈൻസ് ആൻഡ് ഷാൽ ഫൈൻഡ് മീ അൺഅഫ്രൈഡ്. പക്ഷെ എന്താണ്, ഇനിയിപ്പം ആഫ്റ്റർ ലൈഫ് ഈ ഒരു ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ട് ഇനി ഹെല്ലിലേക്കാണ് പോകേണ്ടി വന്നതെന്ന് പറഞ്ഞാലും പോയിട്ടിന് ഒരു പേടിയുമില്ല. കാരണം എന്താണ്, ലോകത്തിൽ അദ്ദേഹത്തിന് എന്താണ് ഒരു നരക ജീവിതം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എന്താണ്, നരകത്തിലേക്ക് തന്നെയാണ് ഇനി ചെല്ലുന്നതെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു പേടിയില്ല. കാരണം അത്രത്തോളം നരകിച്ചാണ് അദ്ദേഹം ഭൂമിയിൽ ജീവിച്ചത്.
അതുകൊണ്ട് ആഫ്റ്റർ ലൈഫിനെ അദ്ദേഹം ഒരിക്കലും പേടിക്കുന്നില്ല. ദിസ് സ്റ്റാൻസ റെഫേഴ്സ് ടു ആൻ ആഫ്റ്റർ ലൈഫ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഹൊറർ. അല്ലേ, എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ടുള്ള ആ ഒരു ആഫ്റ്റർ ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. ഹി ടോക്സ് അബൌട്ട് ദ ആങ്കർ ആൻഡ് പെയിൻ അസോസിയേറ്റഡ് വിത്ത് ലൈഫ് ഓൺ എർത്ത്, പർട്ടിക്കുലർലി ഇൻ പ്ലേസസ് സച്ച് ആസ് ഹോസ്പിറ്റൽസ്. അല്ലേ, ഹോസ്പിറ്റൽ ഏത് സമയം എന്താണ് ആശുപത്രിയിൽ തന്നെ കിടക്കേണ്ടി വരുന്ന, പല അസുഖങ്ങൾക്കും അടിമപ്പെട്ട് പല വേദനകളും സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്കെന്ന് പറഞ്ഞാൽ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അദ്ദേഹം ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ദ ഓൺലി സർട്ടൻ തിങ് ഇൻ ലൈഫ് ഈസ് ഡെത്ത് വിച്ച് ഹാങ്സ് ഓവർ ദ പ്രസൻറ്റ് ലൈക്ക് എ ടെറിഫൈങ് ഷാഡോ. അല്ലേ, നമുക്ക് ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴേ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഉറപ്പുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതെന്ന് പറയുന്നത് ഡെത്താണ്. അത് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒന്നാണ് ഡെത്ത് എന്ന് പറയുന്നത്. ഹൊറർ ഓഫ് ദ ഷെയ്ഡ് റെഫേഴ്സ് ടു ഡെത്ത്. ഇവിടെ ഹൊറർ ഓഫ് ദ ഷെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെത്തിനെയാണ്. പക്ഷേ പോയിറ്റിന് ആ ഡെത്തിനെ ഒരു പേടിയുമില്ല. ദ പോയിറ്റ് വിൽ റിമെയിൻ ഫിയർലെസ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്. അല്ല, മരണത്തിന് മുമ്പിൽ പോലും അദ്ദേഹം ഒരു പേടിയും കൂടാതെ നിൽക്കും. ബിക്കോസ് വൺ ഹു ഹാസ് സഫേർഡ് ഹെൽ ഓൺ എർത്ത് ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഹെൽ ആഫ്റ്റർ ഡെത്ത്. അല്ലേ, ജീവിതത്തിൽ നരക തുല്യമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് നരകത്തിലേക്കാണ് ഇനി പോകേണ്ടി വരുന്നതെന്ന് പറഞ്ഞാലും ഒരു പേടി ഉണ്ടാവില്ല. ഹീ ഈസ് റെഡി ടു സർവൈവ് ഓൾ ദ പ്രോബ്ലംസ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനെല്ലാം സർവൈവ് ചെയ്യാനായിട്ട് പോയിട്ട് റെഡിയാണ്. ഇനി ഫോർത്ത് സ്റ്റാൻസ. ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ഹൗ സ്ട്രെയിറ്റ് ദ ഗേറ്റ്, ഹൗ ചാർജ്ഡ് വിത്ത് പണിഷ്മെൻറ്റ്സ് ദ സ്ക്രോൾ. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു അല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. ബൈബിളിലെ ഒരു പാസേജ് ഈ ഒരു പോയത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ വേർഡ്സാണ്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ബൈബിൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പോയിറ്റ് ഇവിടെ പരാമർശിക്കുന്നത്. അതായത് നമ്മളുടെ ആഫ്റ്റർ ലൈഫിലേക്കുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ആഫ്റ്റർ ലൈഫിൽ നമ്മൾ ഹെല്ലിലോട്ടാണെങ്കിലും ഹെവനിലോട്ടാണെങ്കിലും ജീസസ് ക്രൈസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവിടെ ചെന്നാൽ നമ്മൾ ഭൂമിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളും മോശം കാര്യങ്ങളും ഒക്കെ അവിടെ ഒരു വിധി അവിടെ ഉണ്ടാവും, ഒരു ന്യായവിധി അവിടെ ഉണ്ടാവും. അപ്പം അവിടെ നമ്മുടെ പോയിറ്റിന് എന്തൊക്കെ പണിഷ്മെൻറ്റുകൾ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ പോയിറ്റിന് ഒരു പ്രശ്നവും ഇല്ല. കാരണം അദ്ദേഹം അനുഭവിക്കാനുള്ള ആവശ്യത്തിലധികം പണിഷ്മെൻറ്റുകളും കഷ്ടപ്പാടുകളും എല്ലാം ഭൂമിയിൽ അനുഭവിച്ചു. ഇനി അത് കഴിഞ്ഞുള്ള ഒരു ജീവിതത്തിലും, അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു ലോകത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെയും കഷ്ടപ്പാടാണെങ്കിൽ അതിനും അത് ഒരു പേടി കൂടാതെ നേരിടാൻ പോയിട്ട് റെഡിയാണ്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ വിധിയുടെ മാസ്റ്റർ താൻ തന്നെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. തൻ്റെ വിധി എന്താണെന്ന് തീരുമാനിക്കുന്നത് താൻ തന്നെയാണ്. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. തൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ക്യാപ്റ്റനും താൻ തന്നെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി സമ്മറി നോക്കാം. ഇൻ ദിസ് സ്റ്റാൻസ ദ പോയിറ്റ് അല്യൂഡ്സ് ടു എ ബിബ്ലിക്കൽ പാസേജ് വെയർ ജീസസ് സേസ്. ഇവിടെ ഈ ഒരു സ്റ്റാൻസയിൽ പോയിറ്റ് ബിബ്ലിക്കൽ അല്ലെങ്കിൽ ബൈബിളിലുള്ളൊരു പാസേജിനെ ഇവിടെ എടുത്ത് കാണിക്കുന്നു. സ്ട്രെയിറ്റ് ഈസ് ദ ഗേറ്റ് ആൻഡ് നാരോ ഈസ് ദ വേ വിച്ച് ലേഡ് അൺ ടു ലൈഫ് ആൻഡ് ഫ്യൂ ദെയർ ബി ദാറ്റ് ഫൈൻഡ് ഇറ്റ്. അല്ലേ, ആ ഒരു മരണം കഴിഞ്ഞുള്ള ആ ഒരു ദൈവത്തിനടുത്തേക്ക് എത്താനുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണ്. അതൊരു സ്ട്രെയിറ്റ് റോഡാണ്, പക്ഷേ നാരോയാണ്, നേരെയുള്ള വഴിയാണ്, പക്ഷേ ഇടുങ്ങിയതാണ്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. ഇനി എത്തിപ്പെട്ടാൽ തന്നെ അവിടെ നമ്മളെ വിലയിരുത്തും, നമ്മളെങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് ഹെല്ലിലേക്കോ ഹെവനിലേക്കോ ആയിരിക്കും പോകേണ്ടി വരിക. ബട്ട് ദ പോയിറ്റ് ഈസ് അൺഅഫ്രൈഡ് ടു എൻറ്റർ ദ നാരോ ഗേറ്റ് ഓഫ് ഹെൽ ആൻഡ് സഫർ ദ പണിഷ്മെൻറ്റ്. പക്ഷേ പോയിറ്റ് ആ ഒരു നാരോ ഗേറ്റിലൂടെ പോകാനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടിയാൽ അത് സഫർ ചെയ്യാനും അദ്ദേഹം റെഡിയാണ്. ദ ലാസ്റ്റ് 2 ലൈൻസ് ആർ കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ലൈൻസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഈ ഒരു പോയത്തിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസാണ് ആ ലാസ്റ്റ് 2 ലൈൻസ്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് തന്നെയാണ് അത്. എന്താണ് ആ ലൈൻ? ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസാണ്.
ഹീ ഈസ് ദ മാസ്റ്റർ ഓഫ് ഹിസ് ഓൺ ഫേറ്റ്, അല്ലേ? തൻ്റെ വിധി എന്താണെന്ന് താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, തൻ്റെ വിധിയുടെ മാസ്റ്റർ താൻ തന്നെയാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഹീ വിൽ റിമെയിൻ അൺകോൺകേർഡ് ബൈ ഫേറ്റ്, അല്ലെ? വിധിക്ക് പോലും എന്താണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഹീ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ഹിസ് സോൾ, തൻ്റെ ആത്മാവിൻ്റെ ക്യാപ്റ്റൻ, തൻ്റെ സോളിൻ്റെ ക്യാപ്റ്റൻ എന്താണ്, താൻ തന്നെയാണ്. ലൈക്ക് എ ഷിപ്സ് ക്യാപ്റ്റൻ ഹൂ കൺട്രോൾസ് ഹിസ് ഷിപ്പ്, ദ പോയിറ്റ് കൺട്രോൾസ് ഹിസ് സോൾ. ഒരു കപ്പിത്താൻ എങ്ങനെയാണ് തൻ്റെ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് പോയിറ്റ് തൻ്റെ സോളിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പോയിറ്റ് പറയുന്നത്. അപ്പം ഇതാണ് പോയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനിയൊരു അനാലിസിസ് എന്താണെന്ന് നോക്കാം. ദ പോയം ഇൻവിക്ടസ് വാസ് ഇൻസ്പയർഡ് ബൈ ദ പോയിറ്റ്സ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. നമ്മുടെ വില്യം ഏണസ്റ്റ് ഹെൻലി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ, അല്ലേ, അതിലൂടെ അത് ഇൻസ്പയർ ആയിട്ട് ആണ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. ഹിസ് ലൈഫ് വാസ് മാർക്ക്ഡ് ബൈ ട്രമെൻഡസ് പേഴ്സണൽ സ്ട്രഗിൾസ് ആൻഡ് ഫിസിക്കൽ ഹാർഡ്ഷിപ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അദ്ദേഹം ജീവിച്ചത്. ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഇൻവിക്ടസ് ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് അൺകോൺകേർഡ്. നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിലായിട്ടുള്ള ഇൻവിക്ടസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം അൺകോൺകേർഡ്, കീഴടക്കാൻ പറ്റാത്തത് എന്നാണ്. ദ പോയം ഫോക്കസസ് ഓൺ ദ അൺകോൺകറബിൾ ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് ദ എബിലിറ്റി ഓഫ് ഹ്യൂമൻസ് ടു ഓവർകം അഡ്വേഴ്സിറ്റി. ഈ ഒരു പോയം ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ആ ഒരു ആർക്കും കീഴടക്കാൻ പറ്റാത്ത ഒരു ഹ്യൂമൻ സ്പിരിറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിലുണ്ടായാലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള മനുഷ്യരുടെ ആ ഒരു കഴിവ്, അതിനെയൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ പോയിട്ട് കാണിച്ചു തരുന്നത്. തൻ്റെ സ്വന്തം ജീവിതം മുൻനിർത്തിയാണ് അദ്ദേഹം ഈ ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് ദ ഇൻഡൊമിറ്റബിൾ വിൽ പവർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ദ ഫേസ് ഓഫ് ഹാർഡ്ഷിപ്സ്, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ഉണ്ടാകുമ്പോഴും മുമ്പോട്ട് ജീവിക്കാനുള്ള ആ ഒരു ധൈര്യം, അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ദർ ആർ ലോട്ട്സ് ഓഫ് നെഗറ്റീവ് ഇമേജറീസ് ഇൻ ദിസ് പോയം, അല്ലെ? ഒരുപാട് നെഗറ്റീവ് ഇമേജറീസ് ഉള്ള ഒരു പോയമാണിത്. ലൈക്ക് നൈറ്റ്, ബ്ലാക്ക് ആസ് ദ പിറ്റ്, ഹൊറർ ഓഫ് ദ ഷെയ്ഡ്സ്, വിൻസിങ്, ക്രൈയിങ്, ബ്ലീഡിങ് ഹെഡ്, ബ്ലജണിങ് ഓഫ് ചാൻസ്. ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമേജസാണ് ഒരുപാടുണ്ട് ഈ ഒരു പോയത്തിൽ. ഓൾ ദീസ് വേർഡ്സ് സിംബലൈസ് സഫറിങ്ങിനാണ് ഈ ഒരു വേർഡ്സ് എല്ലാം സൂചിപ്പിക്കുന്നത്. ഈച്ച് സ്റ്റാൻസ ബിഗിൻസ് വിത്ത് എ നെഗറ്റീവ് തോട്ട് ആൻഡ് എൻഡ്സ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്, അല്ലേ? ഓരോ സ്റ്റാൻസയും തുടങ്ങുന്ന ഒരു നെഗറ്റീവ് തോട്ടിലും എൻഡ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് തോട്ടിലുമാണ്. ദിസ് പോയം ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് കൺക്ലൂഡിംഗ് ലൈൻസിനാൽ ഫേമസ് ആയപ്പെട്ട ഒരു പോയമാണിത്. നെൽസൺ മണ്ടേല യൂസ് ടു റിസൈറ്റ് ദിസ് പോയം ടു ഹിസ് ഫെലോ പ്രിസണേഴ്സ് വൈൽ ഹി വാസ് ഇംപ്രിസൻഡ്. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിസണേഴ്സിന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത 2 ലൈൻസാണ് ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ എന്നുള്ളത്. ഇനി പ്രധാനപ്പെട്ട തീംസ് എന്താണെന്ന് വെച്ചാൽ സഫറിങ് ആൻഡ് റിജുവനേഷൻ, അല്ലേ? സഫറിങ്, റിജുവനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസാണ്. ദ സ്പീക്കർ ടോക്സ് അബൌട്ട് ഹിസ് സഫറിങ്സ് ആൻഡ് ഹൗ ഹി സർവൈവ്ഡ് എവരിതിങ്, അല്ലേ? ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും ആ സഫറിങ്സുകളെല്ലാം എങ്ങനെയാണ് ഇദ്ദേഹം സർവൈവ് ചെയ്തതെന്നാണ് ഇതിലൂടെ പറയുന്നത്. ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ തീമായിട്ട് വരുന്നുണ്ട്. ദ പോയറ്റ് ഡസ് നോട്ട് ബിലീവ് ഇൻ ഫെയ്റ്റ്, അക്കോർഡിംഗ് ടു ഹിം വൺ മസ്റ്റ് ആക്ട് ബൈ ഹിസ് വിൽ. അല്ലേ? വിധി, നമ്മൾ സാധാരണ പറയുന്ന എല്ലാം വിധി ദൈവം ആണ് നമുക്ക് ഓരോ വിധി തന്നിരിക്കുന്നതെന്നാണ്. പക്ഷേ ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണ്, തൻ്റെ വിധി താൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, എല്ലാവരുടെയും വിധി അവനവൻ തന്നെ വിചാരിക്കുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സഫറിങ് ആൻഡ് റെസിലിയൻസ് മറ്റൊരു തീമായിട്ട് വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ പോം അബൌട്ട് റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് സഫറിങ്. അതായത് ബുദ്ധിമുട്ടുകൾ മാത്രമുള്ള ഒരു ജീവിതമാണെങ്കിൽ കൂടി പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും, അതായത് പോയിട്ട് ഓരോ തവണ തളർന്നു പോകുമ്പോഴും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അഗ്നോസ്റ്റിസിസം എന്ന് വെച്ചാൽ ഇവിടെ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലാണ് പറയുന്നത്. കാരണം പോയിട്ട് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നൊക്കെയുണ്ട്, എങ്കിൽ കൂടി അവസാനത്തേക്ക് വരുമ്പോഴെന്താണ് തൻ്റെ സോളും തൻ്റെ ഫെയ്റ്റും എല്ലാം നിയന്ത്രിക്കുന്നത് താൻ തന്നെയാണെന്ന് ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം ഒരു പോയിൻ്റാണ് അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത്. അത്രയാണ് ഫുൾ ഈ ഒരു പോയം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.